ഇപ്പോൾ മാങ്ങ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. മാങ്ങ എങ്ങനെയാണ് പറിക്കുന്നത് എന്നതിനെ പറ്റിയുള്ള എക്സ്പ്ലനേഷനാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ തരം മാങ്ങകളാണ് ഇവിടെ കിട്ടാറുള്ളത്. കാണിച്ചേ. ഈ മാങ്ങ പറിക്കാൻ വേണ്ടിയാണ് ഇവിടെ തോട്ടി തോട്ടി തയ്യാറാക്കുന്നത് എങ്ങനെ? തോട്ടി തയ്യാറാക്കുന്നത് അതുകൂടെ പറ. ആരാണ്? കലവൂരിലെ എന്താണ് നമ്മുടെ രാജമ്മയുടെ അമ്മ പറയുന്നേട്ടാ. കലവൂർ രാജമ്മയുടെ ഒരേ ഒരു മകൾ മിനി. ഈ തോട്ടിയുടെ നീട്ടം അതാണ് ഞാൻ പറഞ്ഞത്. വാഴനാര് കൊണ്ട് ചരടുണ്ടാക്കി അത് മതി മമ്മി. പൊക്കുക. പൊക്കൊക്കെ ചെയ്യാം. മമ്മിക്ക് എന്റെ കൈമേലാത്ത കൊണ്ടിപ്പോ ഞാൻ 2 എണ്ണം പറിച്ചു കൊടുത്തേച്ചോട്ടെ. ഈ 2 എണ്ണം എന്ന് പറയുന്നത് എവിടെയാണെന്ന് വെച്ചാൽ തോട്ടി പൊങ്ങിക്കഴിഞ്ഞു. ആ പോട്ടെ പോട്ടെ പോട്ടെ. തോട്ടി നീങ്ങുന്നുണ്ട്. തടസ്സങ്ങൾ മറികടന്ന് മിനിയുടെ തോട്ടി. കിട്ടിയല്ലോ. ആ കിട്ടിയെന്നാണ് ഒരു കൊളുത്ത് വീണിരിക്കുന്നു. ആ ഒരു മാങ്ങ അയ്യോ കിണറ്റി വീണു. കിണറ്റിലേക്ക് വീണിട്ടില്ല. ആ കിണറ്റിലാണെന്ന് തോന്നുന്നു ഒരു മാങ്ങ. ആ മാങ്ങയാണ് കിണറ്റിൽ വീണ് കിടക്കുന്നത്. ഇഷ്ടംപോലെ തവളയുണ്ട്. ഇപ്പൊ കിണറ്റിൽ നിന്ന് മാങ്ങ എങ്ങനെ എടുക്കാമെന്ന പാഠം നമുക്ക് പ്രീതി പഠിപ്പിച്ചു തരുന്നതാണ്. കിണറ്റിലേക്ക് ബക്കറ്റ് ഇറക്കുക. ബക്കറ്റ് ഇറക്കിയ ശേഷം മാങ്ങ കേറിയില്ലേ തല്ലിക്കയറ്റുക. ഒരു മാങ്ങ ലക്ഷ്യം കിട്ടിയിരിക്കുന്നു. പല പല മാങ്ങകളായിട്ട് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. മമ്മി ഈ വിജയത്തിന്റെ രഹസ്യം എന്താണ്? ഇത്രയും മാങ്ങകൾ എങ്ങനെ ഇടാൻ? ഇത്രയും മാങ്ങകൾ എങ്ങനെ ഇടാൻ സാധിക്കുന്നു? താണ്ടേ അമ്മ എടുത്തോണ്ടിരിക്കുക. അവിടെ അകത്തൊരാള് മാങ്ങ കട്ടോണ്ട്. ഇവിടെ ഒരുത്തി മാങ്ങ പിടിച്ച് എത്ര മാങ്ങയാ നോക്ക്. നീ തന്നെ ഇത്ര ശ്രദ്ധ താങ്കൾ പഠിപ്പിൽ കാണിച്ചിരുന്നെങ്കിൽ ഇപ്പൊ 10ാം ക്ലാസ്സിൽ മാങ്ങ പറിക്കുന്ന ശ്രദ്ധ എന്റെ ദൈവമേ അപാരം തന്നെ. കയ്യില് സ്ഥലം ഇല്ലാത്തതിനാൽ പ്രീതി ഇപ്പോൾ മാങ്ങ താഴെ വെക്കുന്നതാണ്. മതി അമ്മി. അല്ല അത് കിട്ടിയാല് അവളീ തോട്ടിയുടെ പൊക്കത്തെ കിട്ടുന്നതാണ്. ഇങ്ങനെ ഒരു റീസൺ കാക്കകൾ ഉള്ളത് കൊണ്ട് മിനി ജീവിച്ചു പോകുന്നു. എന്ത് പറ്റി? കൈ മാങ്ങ പറിച്ച അഴുക്കായതെന്നാ? ഓ എന്റെ തലയിലേക്ക് മാങ്ങ ഉന്നം ചെയ്യുന്നുണ്ട്.